ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ തേർഡ് ക്ലാസ് എത്തിയല്ലേ. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1-ൽ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കി? ഒരു റൂള് നോക്കിയല്ലേ. എന്തായിരുന്നു റൂള്? ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. എന്താണ്? ചിത്രം ശ്രദ്ധയോടുകൂടി നോക്കുക. ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ് ടു ഒബ്സർവ് ഇറ്റ്. കുറച്ച് സമയമെടുത്ത്, കുറച്ച് സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണങ്ങൾ, പക്ഷെ നിമിഷങ്ങൾ, കുറച്ച് ടൈം എടുത്തു എന്നുള്ളതാണ്. ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് അതിനെ നിരീക്ഷിക്കുക. ഓക്കെ. നോട്ടീസ് ദ പീപ്പിൾ, ഒബ്ജെക്ട്സ്, കളേഴ്സ് ആൻഡ് ആക്ഷൻസ് ഇൻ ഇറ്റ്. എന്തൊക്കെ അതിലുള്ള ആളുകൾ എന്തൊക്കെയാണ്, അതിലുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ നിറങ്ങളുണ്ട്, എന്തൊക്കെ പ്രവൃത്തികൾ അവിടെ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റൂൾ. ഓക്കെ, ഏതൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ്റെയും ആദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തിൽ ഫോളോ ചെയ്യേണ്ട റൂളാണ് റൂൾ നമ്പർ 1. പിന്നെ ഇനി അടുത്തതാണ് റൂൾ നമ്പർ 2. എന്താണ് റൂൾ നമ്പർ 2 പറയുന്നത്? ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ, സേ വാട്ട് ദ പിക്ചർ ഈസ് അബൌട്ട്, ലൈക്ക് സീൻ, പ്ലേസ് എക്സെട്ര. എന്താണ് പറയുന്നത്? അതിൻ്റെ മെയിൻ ഐഡിയ എന്താണ്? മെയിനായിട്ട് അതിൽ കാണിക്കുന്നത് എന്താണ്? ആ പിക്ചറിൽ മെയിനായിട്ടുള്ള ഡെപ്പിക്ഷൻ എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ അത് എന്തിനെക്കുറിച്ച് പറയുന്നതാണ്? അത് സ്ഥലം അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ എന്താണ് ഓവറോളായിട്ട് നമ്മൾ ആ ചിത്രത്തെ എങ്ങനെ പറയുന്നു? അതാണ് ശരിക്കും നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം എഴുതുക. ചില ചിത്രങ്ങളിൽ 2 സെൻറ്റൻസസ് കൂടി ആകാറുണ്ട്. ഈ ഒരു എന്താണ് മെയിൻ ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ പ്ലേസ്, സീൻ, അതിൻ്റെ ചുറ്റുപാട് ഒക്കെ പറയാം. ഓക്കെ, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ, സേ വാട്ട് ദ പിക്ചർ ഇസ് അബൌട്ട്, ലൈക്ക് പ്ലേസ്, സീൻ എക്സെട്ര. ഓക്കെ, അപ്പം നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചിത്രം നോക്കി. റൂൾ 1 പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ആ ചിത്രം ഒന്ന് നോക്കണം, അതിനെ കുറച്ച് നേരം നിരീക്ഷിക്കണം. അവിടെ എന്താണ് ആരാണുള്ളത്, എന്ത് ഒബ്ജക്ട്സ് ആണുള്ളത്, നിറങ്ങൾ എന്തൊക്കെ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന്, പ്രവൃത്തികൾ എന്തൊക്കെയെന്നൊക്കെ നോക്കുകയാണ്. ഇവിടെ എന്താണ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉള്ളത്? നിറച്ച് കുട്ടികളാണല്ലേ. അവിടെ ഒബ്ജക്ട്സ് ആണെങ്കിലോ പ്ലേയിങ് ഒബ്ജക്ട്സ്, ലൈക്ക് എന്താണ് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നിറങ്ങൾ, പല നിറങ്ങളും കാണുന്നുണ്ട്. ആക്ഷൻസ് എന്താണ്? എല്ലാവരും കളിക്കുകയാണ്. പക്ഷെ കുറച്ച് കുട്ടികൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലേ. എന്നാലും മെജോറിറ്റി കുട്ടികളും എന്ത് ചെയ്യാണ്? കളിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് എങ്ങനെ എഴുതാം? നിറച്ചും അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? എന്താണ്? ഒരു പ്ലേ ഗ്രൗണ്ട് കാണുന്നു, അതിൻ്റെ ചുറ്റും പച്ച മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പം എന്താണ്? മഴയാണോ വെയിലാണോ? വെയിലാണ്, സണ്ണി ഡേ ആണ്. കൂടാതെ എല്ലാവരും തിരക്കിലാണ്. ഒരു ബിസി അവസ്ഥയാണ് അവിടെ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? It is a busy and sunny day in the playground. പിന്നെ മരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത്? Surrounded by trees. It is a busy and sunny day in the playground surrounded by trees. പച്ച മരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട കളിസ്ഥലത്ത് എന്താണ് അവസ്ഥ? അവിടെ തിരക്കാണ്, അതുപോലെ തന്നെ വെയിൽ നിറഞ്ഞൊരു ദിവസമാണത്. ഓക്കെ, ഇറ്റ് ഈസ് എ ബിസി ആൻഡ് സണ്ണി ഡേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ട്രീസ്. ഇറ്റ് ഈസ് എ ബിസി ആൻഡ് സണ്ണി ഡേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ട്രീസ്. വേണമെങ്കിൽ ഗ്രീൻ ട്രീസ് എന്നും നമുക്ക് എഴുതാം. It is a busy and sunny day in the playground surrounded by trees. പിന്നെ എന്ത് നമ്മൾ കാണുന്നുണ്ട്? Many children are playing happily. ടീച്ചർ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ലാസ്റ്റ് എഴുതിയ ഹാപ്പി ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതുകയാണ്. കാരണം ഇത് വലിയ പിക്ചറാണ് അല്ലേ, വലിയ ചിത്രമാണ്. ടീച്ചർ ഇപ്പോൾ 10 സെൻറ്റൻസസ് എഴുതിയാലും ഒരുപാട് എഴുതാനുള്ളൊരു പിക്ചറാണ് ഇവിടെയുള്ളത്. നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്കിൽ ഒരുപാട് എഴുതാം. 1-2 പേര് എനിക്ക് മെസ്സേജ് ചെയ്യണം, ടീച്ചറെ ആകെ 1-2 കാര്യങ്ങളൊക്കെ എഴുതാനുള്ളൂ, കൂടുതലൊന്നും എഴുതാൻ കിട്ടുന്നില്ല 10 സെൻറ്റൻസസ് കഴിഞ്ഞാലും. പക്ഷേ ഈ ചിത്രം അങ്ങനെയല്ല, ഒരുപാട് എഴുതാനുണ്ട്. എല്ലാവർക്കും സുഖമായിട്ട് ആ ഒന്നാമത്തെ ഹോംവർക്കിൽ എഴുതാൻ
ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. എല്ലാവരും എഴുതിക്കോളൂ. ഇഷ്ടം പോലെ ഉണ്ട്. 10 സെൻറ്റൻസസ് കഴിഞ്ഞാലും ഒരുപാട് സെൻറ്റൻസസ് എഴുതാൻ കിട്ടും. അപ്പോൾ ടീച്ചർ എന്താണ് ഹാപ്പി എന്നുള്ളത് ഇതിൽ ചേർത്ത് എഴുതുകയാണ്. എന്ത്? മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹാപ്പിലി. ഒരുപാട് കുട്ടികൾ, നിരവധി കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നു. അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ ഈ 2 സെൻറ്റൻസസിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലുള്ളൊരു ചിത്രം, മൊത്തത്തിലുള്ളൊരു അവലോകനം നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ 2 സെൻറ്റൻസസ് നമ്മൾ നോക്കി. എന്തൊക്കെയാണത്? It is a busy and sunny day in the playground surrounded by trees. It is a busy and sunny day in the playground surrounded by trees. രണ്ടാമത്തത്, many children are playing happily. Many children are playing happily. അങ്ങനെ 2 സെൻറ്റൻസസ് പൂർത്തിയായി. ഇറ്റ് ഈസ് എ ബിസി ആൻഡ് സണ്ണി ഡേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ട്രീസ്. മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹാപ്പിലി. അടുത്തത് എന്താണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്? ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? എന്താ കാണുന്നുള്ളത്? ഒരു പെൺകുട്ടി പച്ച സ്ലൈഡിലൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണ് അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ പറയാം, എ ഗേൾ ഇസ് സ്ലൈഡിങ് down the green slide. A girl is sliding down the green slide. A girl is sliding down the green slide. അത് ഇപ്പോൾ കളർഫുൾ പിക്ചേഴ്സൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലതിന് എല്ലാത്തിൻ്റെയും കളേഴ്സൊക്കെ എഴുതണം എന്ന് പറയുന്നില്ല, പക്ഷെ ചിലതിൻ്റെയൊക്കെ കളേഴ്സ് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോഴാണ് ഈ ഫുൾ മാർക്സൊക്കെ നമുക്ക് കിട്ടുക. ഇപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ, ഇനി അതല്ല നമ്മളിപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിലും നമ്മൾ പറയില്ലേ, പച്ചയുടുപ്പിട്ടു, ചുവന്നയുടുപ്പിട്ടു, എന്താണ് നീല റിബൺ കെട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. ഓക്കെ, എന്താണ്? എ ഗേൾ ഇസ് സ്ലൈഡിങ് ഡൗൺ ദ ഗ്രീൻ സ്ലൈഡ്, പച്ച സ്ലൈഡ്. ഓക്കെ, എ ഗേൾ ഇസ് സ്ലൈഡിങ് ഡൗൺ ദ ഗ്രീൻ സ്ലൈഡ്. ഇതിലിപ്പോൾ ടീച്ചർ മാർക്ക് ചെയ്തെന്താണ്? ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? ആ സ്റ്റെപ്സ് കയറുകയാണ് അല്ലേ? ഒരു കുട്ടി സ്റ്റെപ്പ് കയറുന്നുണ്ടല്ലേ? അത് വുഡൻ സ്റ്റെപ്സ്, അതായത് മരപ്പടികളാണ് കയറുന്നുള്ളത്. അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ കിഡ് ഈസ് ക്ലൈംബിംഗ് ദ വുഡൻ സ്റ്റെപ്സ്. എ കിഡ് ഈസ് ക്ലൈംബിംഗ് ദ വുഡൻ സ്റ്റെപ്സ്. എ കിഡ് is climbing the wooden steps. കുട്ടി മരപ്പടികൾ കയറുന്നു. A kid is climbing the wooden steps. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? സീസോ ആണല്ലേ? 2 കുട്ടികൾ സീസോയിൽ കളിക്കുന്നു അല്ലേ? അതെങ്ങനെ എഴുതാം? നമ്മളത് കുറേ കണ്ടു അല്ലേ? 2 തവണ, കുറേ എന്നൊന്നും പറയുന്നില്ല, 2 തവണ കണ്ടു. എന്താണ് കണ്ടത്? 2 children are playing on the seesaw. ഇന്നലെ നമ്മൾ എഴുതുമ്പോൾ ഓൺ ദ സീസോ എന്നാണ് തോന്നുന്നു അല്ലേ പറഞ്ഞത്? ഇന്നിപ്പോൾ പ്ലേയിങ് ഓൺ ദ സീസോ. 2 children are playing on the seesaw. അതോ ഇന്നലെ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ഇന്നലെ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അത് എഴുതി കാണും. അതുകൊണ്ട് ഇന്നലെ എന്താണ് പറഞ്ഞത് എന്നൊന്ന് എഴുതി താഴെ ടൈപ്പ് ചെയ്ത് അയക്കുക. ഓക്കെ, 2 children are playing on the seesaw. 2 children are playing on the seesaw. 2 children are playing on the seesaw. അടുത്തത് എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒരു കുട്ടി കുറച്ച് ബലൂൺസ് കൊണ്ട് നടക്കുകയാണ് അല്ലേ? പല നിറങ്ങളിലുള്ള എന്താണ് ഭയങ്കര ഒരുപാട് കളേഴ്സുള്ള ബലൂൺസ് അല്ലേ? കുറച്ച് ബലൂൺസും കൊണ്ട് നടക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ അത് പറയാം? എ ചൈൽഡ് ഇസ് ക്യാരിയിങ് കളർഫുൾ ബലൂൺസ്. എ ചൈൽഡ് ഇസ് ക്യാരിയിങ് കളർഫുൾ ബലൂൺസ്. എ ചൈൽഡ് ഇസ് ക്യാരിയിങ് കളർഫുൾ ബലൂൺസ്. ഓക്കെ അല്ലേ? അത് എളുപ്പമുള്ള സെൻറ്റൻസ് അല്ലേ? എ ചൈൽഡ് ഇസ് ക്യാരിയിങ് കളർഫുൾ ബലൂൺസ്. എ ചൈൽഡ് ഇസ് ക്യാരിയിങ് കളർഫുൾ ബലൂൺസ്.
ഓക്കെ, ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? സൈക്കിൾ ഓടിക്കുകയാണ് അല്ലേ? രണ്ട് കുട്ടികൾ, ഒരു ബോയും ഒരു ഗേളും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യുന്നു? സൈക്കിൾ ഓടിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അവരുടെ ഹെൽമെറ്റും അവരുടെ ഡ്രസ്സും അവർ ഓടിക്കുന്ന സൈക്കിളിൻ്റെ കളറും ഒക്കെ പറയാം. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറയണ്ട, സിമ്പിളായിട്ട് ഒറ്റ സെൻറ്റൻസിൽ പറയാം. എങ്ങനെ പറയാം? A boy and a girl are cycling. A boy and a girl are cycling. A boy and a girl are cycling. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും സൈക്കിൾ ഓടിക്കുന്നു. ഓക്കെ, a boy and a girl are cycling. A boy and a girl are cycling. അടുത്തത് എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? സൈക്ലിംഗ് ചെയ്യുന്ന രണ്ട് കുട്ടികളുടെ ഇടയിലായിട്ടുള്ള ആ കുട്ടിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ കുട്ടി എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡിങ് സ്കൂട്ടറിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പോവുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മറ്റൊരു കുട്ടി എന്ന് പറയാം ഇതിൽ. ഓക്കെ, another child is on a standing scooter. Another child is on a standing scooter. Another child is on a standing scooter. ഓക്കെ, സ്റ്റാൻഡിങ് സ്കൂട്ടറിൻ്റെ മുകളിൽ മറ്റൊരു കുട്ടിയുണ്ട്. ഓക്കെ, another child is on a standing scooter. Another child is on a standing scooter. പിന്നെ എന്താ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? ട്രാംപലീൻ്റെ പുറത്ത് രണ്ട് കുട്ടികൾ ചാടുന്നുണ്ട് അല്ലേ? നല്ല ഹൈ ആയിട്ട് ചാടുന്നുണ്ട്, നല്ല ഹൈറ്റിലേക്ക് ചാടുന്നുണ്ട്. കുറച്ചല്ലല്ലോ, ഹൈറ്റിലേക്ക് ചാടുന്നുണ്ട്, നല്ല ഉയർന്ന് ചാടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം അവിടെ? 2 children are jumping high on the trampoline. 2 children are jumping high on the trampoline. 2 children are jumping high on the trampoline. എന്താണ്? രണ്ട് കുട്ടികൾ ട്രാംപലീൻ്റെ പുറത്ത് ഹൈ ആയിട്ട്, അതായത് ഉയരത്തിൽ ചാടുന്നു. ഓക്കെ, 2 children are jumping high on the trampoline. എല്ലാവരും ട്രാംപലീൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടേ. TRAMPOLINE, trampoline. Okay, 2 children are jumping high on the trampoline. 2 children are jumping high on the trampoline. Okay അല്ലേ? ഇനി അടുത്ത എന്താണ് ഇപ്പോൾ കാണുന്നത്? നമ്മുടെ 10ാമത്തെ സെൻറ്റൻസ് ആണിത്. എന്താണ് കാണുന്നത്? 3 കുട്ടികൾ കൂടിയിട്ട് 2 പന്തുകൾ വെച്ച് കളിക്കുകയാണ് അല്ലേ? 2 പന്ത്. എന്ത് നിറത്തിലുള്ള പന്താണ്? പച്ചപ്പന്താണ് അല്ലേ? ഗ്രീൻ ബോൾസ് അല്ലേ? ഗ്രീൻ ബോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 3 കുട്ടികൾ 2 പച്ച പന്തുകൾ ഉപയോഗിച്ച് കളിക്കുന്നു, അല്ലെങ്കിൽ 2 പച്ച പന്തുകൾ വച്ച് കളിക്കുന്നു. എന്താ എഴുതുക? 3 kids are playing with 2 green balls. 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 അല്ലേ? 3 കുട്ടികൾ 2 പന്തുകൾ ഉപയോഗിച്ച്, പച്ച പന്തുകൾ ഉപയോഗിച്ച് കളിക്കുന്നു. 3 kids are playing with 2 green balls. ഓക്കെ അല്ലേ? ഓക്കെ, ടീച്ചർ ഇപ്പോൾ 10 സെൻറ്റൻസസ് ഡിസ്കസ് ചെയ്തു. അത് കൂടാതെയുള്ള സെൻറ്റൻസസ് ഹോംവർക്കായിട്ട് എഴുതിയിട്ട് അയക്കുക. ഈ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാക്കി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാം എഴുതുക, ഇല്ലെങ്കിൽ 1-2 എഴുതി അയക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 10 സെൻറ്റൻസസ് നോക്കിയാലോ? ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മുടെ റൂൾ നമ്പർ 1 എന്തായിരുന്നു? റൂൾ നമ്പർ 1, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി അല്ലേ? അത് ശ്രദ്ധയോടുകൂടി നോക്കുക. റൂൾ നമ്പർ 2, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ. നമുക്ക് 10 സെൻറ്റൻസസ് നോക്കാം. ഇറ്റ് ഈസ് എ ബിസി ആൻഡ് സണ്ണി ഡേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ട്രീസ്. ഗ്രീൻ ട്രീസ് എന്ന് എഴുതാം. സെക്കൻഡ്, മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹാപ്പിലി. എ ഗേൾ is sliding down the green slide. A kid is climbing the wooden steps. 2 children
are playing on the seesaw. A child is carrying colorful balloons. A boy and a girl are cycling. Another child is on a standing scooter. Two children are jumping high on the trampoline. Three kids are playing with two green balls. ഓക്കെ അല്ലേ മക്കളെ? ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഹോംവർക്ക് മറക്കണ്ട. ഒന്നാമത്തെ ഹോംവർക്ക് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു. ബാക്കിയുള്ളത് ടീച്ചർ ഗ്രൂപ്പിൽ പറയും, വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.